നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കാസർഗോഡ് കാറടുക്ക ബള്ളികയിൽ അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുകയാണ്. റോഡിലെ ഓവുചാലിൽ വീണ കാറ് തള്ളി മാറ്റുന്നതിനിടെ ഭിത്തിയിലിടിച്ച് മറിഞ്ഞു 1.5 വയസ്സുകാരിക്ക് ദാരുണാന്ത്യം. ബള്ളികെ സ്വദേശി ഹരിദാസ് ശ്രീവിദ്യ ദമ്പതികളുടെ മകൾ ഹൃദ്യനന്ദയാണ് മരിച്ചത്. അച്ഛൻ തള്ളി മാറ്റിയ കാറാണ് 1.5 വയസ്സുകാരിയായ മകളുടെ ദേഹത്തേക്ക് മറിഞ്ഞത്. ഏറെ വേദനാജനകമായ സംഭവം. ബന്ധുവിൻ്റെ ഗൃഹപ്രവേശന ചടങ്ങിന് ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അതിദാരുണമായ അപകടമുണ്ടായത്. പ്രധാന റോഡിൽ നിന്ന് 100 മീറ്റർ താഴെയായിരുന്നു ഇവരുടെ വീട് സ്ഥിതി ചെയ്യുന്നത്. വീട്ടിലേക്ക് എത്താൻ 50 മീറ്റർ ശേഷിക്കവെയായിരുന്നു കാർ ഓഫായത്. പിന്നീടുള്ള വഴി ഇറക്കമായിരുന്നു. വെള്ളം ഒഴുക്കിവിടാൻ നിർമ്മിച്ച ഓവുചാലിൽ കാറിന്റെ ചക്രം പുതയുന്ന സാഹചര്യമുണ്ടായി. കാർ തള്ളി നീക്കാനായി ഹരിദാസ് കുടുംബത്തെ പുറത്തിറക്കുന്നതിലേക്ക് ഇത് നയിച്ചു. കാർ തള്ളി നീക്കവേ മുന്നോട്ട് ഇറക്കത്തിലേക്ക് നീങ്ങി വശത്തെ ഭിത്തിയിലിടിച്ച് കുട്ടിയുടെ ദേഹത്തേക്ക് കാർ മറിയുകയായിരുന്നു. അതിദാരുണമായ അപകടം. ഏറെ വേദനാജനകമായ സംഭവം. തീർച്ചയായിട്ടും ഇത്തരത്തിൽ വാഹനങ്ങൾ ബാക്കിലേക്കും അതുപോലെ മുന്നിലേക്കും എടുക്കുമ്പോൾ തീർച്ചയായിട്ടും വളരെ സുരക്ഷയോടെ തന്നെ എടുക്കേണ്ടിയിരിക്കുന്നു. കുറേ കൂടി ജാഗ്രതയോടെ തന്നെ കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഇത്തരത്തിലൊരു അപകടം ഉണ്ടാകുന്നത് ഇത് ആദ്യമല്ല. അതായത് കാർ മുന്നോട്ടെടുക്കവേ കുഞ്ഞുകുട്ടികൾ മരിക്കുന്ന സാഹചര്യം അത് ഇപ്പോൾ ആദ്യമായിട്ടൊരു സംഭവമല്ല. നേരത്തെയും ഇത്തരത്തിൽ എത്രയോ സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. തീർച്ചയായിട്ടും കുറച്ചുകൂടി ജാഗ്രത ഈ ഒരു കാര്യത്തിൽ ഏവരും പുലർത്തുക. അതേസമയം മറ്റു ചില വാർത്തകൾ കൂടി നമുക്ക് ഒറ്റ നോട്ടത്തിൽ നോക്കാം. പടിയൂരിലെ ഇരട്ടക്കൊലപാതകം. കഴിഞ്ഞ ദിവസം നാടിനെ നടുക്കിയ ഇരട്ടക്കൊലപാതകം. അമ്മയെയും അതുപോലെ തന്നെ മകളെയും, അതായത് സ്വന്തം ഭാര്യയെയും ഭാര്യയുടെ മാതാവിനെയുമാണ് അതിക്രൂരമായി കൊലപ്പെടുത്തിയിരിക്കുന്നത്. പ്രതി ഒളിവിലാണ്. പ്രേംകുമാറിനായി ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയിട്ടുണ്ട്. പ്രതിയെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മുൻ ഭാര്യ വിദ്യയെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയാണ് പ്രേംകുമാർ. വിദ്യയെ കൊലപ്പെടുത്തി കാട്ടിൽ തള്ളിയ കേസിൽ ജയിൽവാസം നേരിട്ട പ്രേംകുമാർ ജാമ്യത്തിൽ ഇറങ്ങിയാണ് അതിക്രൂര കൊലപാതകം നടത്തിയിരിക്കുന്നത്. ചൊവ്വാഴ്ചയാണ് ഭാര്യയെയും ഭാര്യ മാതാവിനെയും പ്രേംകുമാർ കൊലപ്പെടുത്തിയത്. ദുർഗന്ധം വമിച്ചതോടെ നാട്ടുകാർ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കാറളം വെള്ളാനി കൈതവളപ്പിൽ വീട്ടിൽ മണി 74 വയസ്സ്, മകൾ രേഖ 43 വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലാണ് രേഖയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ച് കുറിപ്പ് മൃതദേഹത്തിലുണ്ടായിരുന്നു. വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ രേഖ പരാതി നൽകിയിരുന്നതായി രേഖയുടെ സഹോദരി പ്രതികരിച്ചിരുന്നു. ഭാര്യയും പുരുഷ സുഹൃത്തുക്കളും തമ്മിലുള്ള ചിത്രങ്ങൾ വസ്ത്രത്തിൽ ഒട്ടിച്ച നിലയിലായിരുന്നു. തീർച്ചയായിട്ടും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു കാരണം കൊണ്ടാണ് കൊലപ്പെടുത്തിയത് എന്ന തരത്തിലുള്ള ഒരു സൂചനയാണ് പ്രതി നൽകിയിരിക്കുന്നത്. എന്തായാലും കൊലപാതകം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പ്രേംകുമാറിനെതിരെ ഇരിങ്ങാലക്കുട വനിതാ സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നതായി രേഖയുടെ സഹോദരി പ്രതികരിച്ചിരുന്നു. പടിയൂർ ഇരട്ടക്കൊലപാതകത്തിലേക്ക് നയിച്ചത് രേഖയുടെ ഭർത്താവായ പ്രേംകുമാറിന് സംശയരോഗമാണ് എന്നാണ് പോലീസിന്റെ നിലവിലെ നിഗമനം. രേഖയുടെ 2ാം ഭർത്താവാണ് പ്രേംകുമാർ. പ്രേംകുമാർ ഒരു സ്ഥലത്തും അധിക നാൾ ജോലി ചെയ്തിരുന്നില്ല. കഴിഞ്ഞ ജനുവരി മുതലുള്ള കാലയളവിൽ 5 സ്ഥാപനങ്ങളിൽ ഇയാൾ ജോലി നോക്കിയിരുന്നു. പോകുന്നിടത്തെല്ലാം ഇയാൾ രേഖയെയും ഒപ്പം കൂട്ടിയിരുന്നു. അധ്യാപികയായ രേഖയ്ക്ക് ഇയാൾ ഹോട്ടൽ സൂപ്പർവൈസറായി ജോലി തരപ്പെടുത്തി നൽകി. എന്നാൽ അധ്യാപികയെ ജോലി ചെയ്യാനായിരുന്നു രേഖ ആഗ്രഹിച്ചിരുന്നത്. രേഖയുടെ ഫോൺ പോലും പ്രേംകുമാർ പിടിച്ചു വച്ചിരുന്നു. കൊലപാതകങ്ങൾ സംശയരോഗത്തെ തുടർന്നുണ്ടായതെന്നാണ് രേഖയുടെ മൃതദേഹത്തിൽ കുത്തിവെച്ചിരുന്ന ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത്. രേഖയുടെ ആദ്യ വിവാഹ ചിത്രവും പ്രേംകുമാറുമായുള്ള വിവാഹ ചിത്രവും രേഖയുടെ സുഹൃത്തായ അധ്യാപകന്റെ ചിത്രവുമാണ് കുത്തിവെച്ചിരുന്നത്. രേഖ പോലീസിൽ പരാതി നൽകിയ ശേഷമാണ് പ്രേംകുമാർ കൊലപാതകങ്ങൾ നടത്തുന്നതെന്നതും ശ്രദ്ധേയം. കൃത്യമായി ആസൂത്രണം ചെയ്താണ് കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്നത്. വീട്ടിലെ പിൻവാതിൽ തുറന്നു കിടക്കുകയായിരുന്നു. ഇതുവഴിയാണ് പ്രതി വീട്ടിലേക്ക് കടന്നത് എന്നാണ് അനുമാനിക്കാൻ സാധിക്കുന്നത്. രേഖ തന്നെ ഉപേക്ഷിക്കുമോ എന്ന സംശയം, എന്ന ആശങ്കയാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് ഈ ഒരു പ്രാഥമികമായ വിവരങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സുഹൃത്തായ അധ്യാപകനുമായി രേഖയ്ക്ക് വഴിവിട്ട ബന്ധമുണ്ടായിരുന്നതായി പ്രതി സംശയിച്ചിരുന്നു. പ്രേംകുമാറിനൊപ്പം ജീവിക്കാൻ കഴിയില്ലെന്ന് രേഖ പോലീസിൽ അറിയിച്ചിരുന്നു. ഇത് സംശയങ്ങളുടെ ആക്കം കൂട്ടുകയാണ് ചെയ്തത്. എന്തായാലും പ്രതിയെ കണ്ടെത്താനുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് പോലീസ്. ആദ്യ ഭാര്യയെ കൊന്ന കേസിലും പ്രതിയാണ് പ്രേംകുമാർ. ഈ കേസിൽ ജാമ്യത്തിലായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇരട്ടക്കൊലപാതകവും നടത്തിയിരിക്കുന്നത്. യുവതിയിൽ പരപുരുഷ ബന്ധം ആരോപിച്ച് കൊലപാതകം നടത്തിയപ്പോൾ എന്തിന് മാതാവിനെയും കൂടി കൊലപ്പെടുത്തി എന്ന ചോദ്യവും കൂടി ഇവിടെ ശക്തമാകുന്നുണ്ട്.
രണ്ടുപേരെയും കഴുത്ത് ഞെരിച്ചു കൊന്നതാകാമെന്നാണ് പോലീസ് പറയുന്നത്. ഭാര്യയുടെ സ്വഭാവത്തെ വിമർശിച്ചുള്ള കുറിപ്പുമുണ്ട്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷമാകാം കൊലപാതകം നടന്നത് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രേംകുമാറിനെ വീട്ടിൽ അന്നേ ദിവസം കണ്ടവരുണ്ട്. വാടക വീട്ടിലായിരുന്നു അമ്മയും മകളും താമസിച്ചിരുന്നത്. ദുർഗന്ധം വമിച്ചതോടെയാണ് സംഭവം പുറം ലോകം അറിഞ്ഞത്. ഈ കൗൺസിലിംഗ് നടത്തുന്ന തരത്തിലേക്ക്, അതായത് അമ്മയോടൊപ്പം രേഖ സ്റ്റേഷനിലെത്തുന്നു, ഇരുവർക്കും കൗൺസിലിംഗ് നൽകാമെന്ന് പോലീസ് നിലപാട് സ്വീകരിക്കുന്നു. വീട്ടിലെത്തിയ ശേഷം രേഖയും അമ്മയും സഹോദരിയുമായി ഫോണിൽ സംസാരിക്കുന്നു. കൗൺസിലിംഗ് നടത്തിയാലും ഒന്നും ശരിയാകാൻ പോകുന്നില്ലെന്ന് രേഖയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ കൗൺസിലിങ്ങിന് പോകുന്നില്ല എന്നായിരുന്നു രേഖ വ്യക്തമാക്കിയത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുന്നെയാണ് രേഖയുമായി സഹോദരി സംസാരിച്ചിരുന്നത്. 2 ദിവസമായി അമ്മയെയും രേഖയും ഫോണിൽ കിട്ടിയിരുന്നില്ല. തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് കൊലപാതക വിവരം അറിയുന്നത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹങ്ങൾ. ആദ്യ ഭാര്യയായ വിദ്യയെയും ക്രൂരമായി കൊലപ്പെടുത്തിയ പ്രതിയാണ് പ്രേംകുമാർ. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു ഇത്. അന്ന് വാർത്തകളിലൊക്കെ നിറഞ്ഞു നിന്ന കൊലപാതകം. അതിനുശേഷം ജാമ്യത്തിലിറങ്ങിയാണ് വീണ്ടും 2 കൊലപാതകങ്ങൾ പ്രതി നടത്തിയിരിക്കുന്നതെന്നത് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നുണ്ട്. അതേസമയം മറ്റൊരു വാർത്ത കൂടി നമുക്കൊന്ന് ചുരുക്കത്തിൽ നോക്കാം. തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളത്തിലെ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ട്രെയിൻ തട്ടിമറിച്ച സംഭവത്തിൽ കേസിൽ സഹപ്രവർത്തകനും സുഹൃത്തും കാമുകനുമായിരുന്ന സുഗാന്തിന്റെ റിമാൻഡ് ജൂൺ 10 വരെ നീട്ടി ജയിലിൽ അയച്ചു. സുഗാന്തിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു. തിരികെ ഹാജരാക്കിയപ്പോഴാണ് റിമാൻഡ് ദീർഘിപ്പിച്ചത്. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയുടേതാണ് ഉത്തരവ്. പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്ത് തെളിവ് ശേഖരണത്തിനായാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് 26-ന് പോലീസ് സ്റ്റേഷനിൽ കീഴടങ്ങുകയായിരുന്നു. സുഗാന്ത് ഗർഭചിത്രത്തിനായി ആശുപത്രിയിൽ എത്തിച്ചത് വ്യാജരേഖകൾ തയ്യാറാക്കിയാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇരുവരും വിവാഹിതരായെന്ന് തെളിയിക്കുന്ന രേഖകൾ വ്യാജമായി തയ്യാറാക്കിയതാണെന്ന് പോലീസ് കണ്ടെത്തി. വ്യാജ വിവാഹ ക്ഷണക്കത്ത് ഉൾപ്പെടെയാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കഴിഞ്ഞ ജൂലൈയിൽ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് യുവതി ഗർഭചിത്രം നടത്തിയതെന്ന് തെളിയിക്കുന്ന ചികിത്സാ രേഖകൾ പോലീസിന് കിട്ടിയിരുന്നു. കൂടെ താമസിച്ചിരുന്ന യുവതിയുടെ ആത്മഹത്യയിൽ ഉത്തരവാദിത്തമില്ലേ? സുഗാന്തിന്റെ അറസ്റ്റ് തടയാതെ ഹൈക്കോടതി അന്ന് ചോദിച്ച ചോദ്യം ഏറെ നിർണായകമായതാണ്. 3.25 ലക്ഷത്തോളം രൂപയാണ് യുവതിയുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പലതവണയായി മാറ്റിയിരുന്നത്. ഗർഭചിത്രത്തിന് പിന്നാലെ പ്രണയബന്ധത്തിൽ നിന്ന് സുഗാന്ത് പിന്മാറുകയും ചെയ്തിരുന്നു. വിവാഹത്തിന് താല്പര്യമില്ലെന്ന് വ്യക്തമാക്കുന്ന സന്ദേശം യുവതിയുടെ അമ്മയ്ക്കാണ് സുഗാന്ത് അയച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ തർക്കമായി. ഈ നിരാശയിലാണ് IB ഉദ്യോഗസ്ഥ ജീവൻ ഒടുക്കിയതെന്നാണ് പോലീസ് റിപ്പോർട്ട്. എന്തായാലും സംഭവത്തിൽ സുഗാന്തിനെതിരെ ബലാത്സംഗം, ആത്മഹത്യ, പ്രേരണ, വഞ്ചന എന്നീ കുറ്റങ്ങളുടെ വകുപ്പുകൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. പാലക്കാട്, എറണാകുളം, മലപ്പുറം ജില്ലകളിൽ പോലീസിന് 2 സംഘങ്ങൾ 2 മാസത്തോളം അന്വേഷണം നടത്തിയിട്ടും പ്രതിയെ കണ്ടെത്താൻ സാധിച്ചില്ല. ഒടുവിൽ ജാമ്യാപേക്ഷ തള്ളിയപ്പോൾ മാത്രം പ്രതി കീഴടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.